തെറി കേട്ടെങ്ങാണ്ട് ചെവിൻ്റെ ഉള്ളിലത്തെ പാട പൊട്ടിയിട്ട് ചെയ്യണ നിവൃത്തി കെട്ട വീഡിയോ ആണിത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, കുറച്ച് ദിവസമല്ല കുറച്ച് ദിവസമായിട്ട് വരുന്ന തെറി കമൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പോട്ടെ വെക്കുന്നിടത്തോളം ഇവർ തെറി കുറക്കുള്ള കൂട്ടാണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതിനൊക്കെയുള്ളൊരു മറുപടിയും കൂടാതെ കോയിൻസിൻ്റെയും കറൻസിൻ്റെയൊക്കെ എങ്ങനെയാണ് വിൽക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റാണെന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ രണ്ട് ഡൗട്ടുള്ളവരും ഇപ്പോൾ തെറി പറയണവർക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മാത്രം തെറി പറയണവർക്കല്ല കേട്ടോ, എല്ലാ കമൻറ്റ് ബോക്സിലും വന്ന് തെറി പറയണവർക്കുള്ള മറുപടി കൂടാണ് ഇതിലുള്ളത്. പിന്നെ കോയിൻസും കറൻസിനെ കുറിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഡൗട്ട് വയ്ക്കുന്നുണ്ട്. ഒരിക്കലുള്ള ഒരു നല്ല ഒരു മറുപടിയും കുറച്ച് വഴികളുമാണ് ഞാൻ ഒന്ന് പറയാൻ പോണത്. അപ്പോൾ ഫുൾ ഇരുന്ന് കണ്ടോ, എന്നിട്ട് അടുത്ത തെറിയും അടുത്ത ഡൗട്ടൊക്കെ ചോദിക്കാം. ഫസ്റ്റ് തെറി പറയണവരോട് എനിക്ക് പറയുള്ളത്, എടാ എൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ വീട്ടുകാരെ കയ്യിൽ നിന്നോ എൻ്റെ കൂട്ടുകാരെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ അറിയുന്ന ആരെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ മുത്തേ ഈ കമൻറ്റ് ബോക്സിൽ വന്നാണ്ട് ഈ കമൻറ്റ് ഇട്, വിത്ത് പ്രൂഫ് എനിക്ക് ഇൻബോക്സിലും അയക്കുക, ഞാൻ എനിക്ക് പൈസ തരാം എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചത്. എടാ ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ ഒരു കോയിൻസിൻ്റെ കറൻസിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഈ കോയിൻസും കറൻസും ഞാൻ മേടിക്കാടാ ഈ എനിക്ക് ഇത്ര പൈസ പറഞ്ഞാണ് ഞാൻ ഒരു പൈസ മേടിച്ചില്ല എന്നുള്ളത് എനിക്ക് 100% ഷുവറാമത്തെ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോന് മുന്നിൽ ഇവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലാക്കുക. ഈ അവിടെ വന്നിട്ട് ഇന്നലെ വന്നൊരു കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ പറയണത് തെറ്റാണ്, അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യൽ നിർത്തിപ്പോണം, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയണവരോട് എനിക്ക് പറയുള്ളത്, എടാ എനിക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ബേസോ സോഴ്സോ എനിക്ക് കിട്ടണം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യണത്. പിന്നെ ഞാൻ എന്ത് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആൾക്കാർ എന്ത് വീഡിയോ ചെയ്യണം എന്നൊന്നും തീരുമാനിക്കുന്നത് ഒരാളുമല്ല, വേറൊരാളല്ല. എക്സാമ്പിൾ ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് റൂഡായി തോന്നുമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരത് പറയും അതുപോലത്തെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് തീരുമാനിക്കും, അല്ല അക്സെപ്റ്റ് ചെയ്യൂല. നിങ്ങളെങ്ങനെ ജീവിക്കണം എന്നില്ല ബാക്കിയുള്ളവർ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂല. നമ്മളുടെ കയ്യിൽ നമ്മളുടെ മെയിൽ ID, നമ്മളുടെ നമ്പർ, നമ്മളുടെ പാസ്വേഡ്, നമ്മളുടെ പേര്, നമ്മളുടെ ഫോട്ടോ വെച്ച് കണ്ട ഒരു അക്കൗണ്ട് തുടങ്ങിയാണ്ട് അതിൽ നമുക്ക് കിട്ടണ കുറച്ച് ഡാറ്റയും സോഴ്സും വെച്ച് കണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണ കണ്ടൻറ്റ് നമ്മളിടുന്നതിന് പൊട്ടണവർക്ക് ഇരുന്ന് പൊട്ടേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ഗുണവും കൊണ്ടുണ്ടാവില്ല, നിങ്ങളിങ്ങനെ പൊട്ടിത്തീരും ജീവിതം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇങ്ങനെ പൊട്ടിത്തീരും മുത്തേ. ഇതാർക്ക് ഇട്ടില്ലതാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ തെറി പറയണവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യം ആലോചിച്ചോ, ഈ തെറി പറയണ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അവരുടെ കുട്ടികളെ മക്കളെയൊക്കെ ഫോട്ടോ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ തെറി വിളിച്ച് പോകും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മക്കളൊക്കെ നാളെ വളർന്ന് വലുതായി വലിയ വസന്താവുമ്പോൾ അല്ലേ ഇതൊക്കെ കാണുമ്പോൾ അല്ലേ ഒരു ത്വര വരുവർക്ക്, ഇത് എൻ്റെ തന്തത് എൻ്റെ മറ്റേ വല്ലിപ്പ ഇത് ചെയ്യണമല്ലോ കോലം എന്നൊക്കെ തോന്നും. അതിനൊന്നുമില്ല ഇടവരുത്തിയത്. മിനിമം സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ പേരക്കുട്ടികളെയും മറ്റോലെയും ഫോട്ടോ അല്ല വെക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ വല്ല കാർട്ടൂണത്തെ ഫോട്ടോ ഇട്ടെങ്ങാണ്ട് കിട്ടറാ മുത്തുമണികളെ. എടാ സത്യം പറയാം, ഇത് എന്തറിയോ, എനിക്ക് 2K കിഡ്സും മറ്റേ ഭയങ്കര മോശമാണെന്നൊക്കെ പറയില്ലേ, എനിക്ക് തോന്നൽ എന്തറിയോ, കുറച്ചൊക്കെ ഡീസൻറ്റ് സംസാരിക്കണം ഓരോ തോന്നലുണ്ട്. എനിക്ക് തോന്നണം അങ്ങനെ കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുക, കുറേ ആൾക്കാരുണ്ടടാ, ഞാൻ വലിയ ഇത് പറയല്ല, ഇടയ്ക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വന്നുകൊണ്ട് കൈയൊക്കെ തരും പയ്യന്മാരൊക്കെ, നിങ്ങളാ വീഡിയോ ചെയ്യണല്ലേ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ തരും. അപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട് നമ്മളൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ മനസ്സിൽ സ്നേഹം കൂടെ ഉണ്ട്. ഇപ്പോൾ അടുത്ത ഒരാൾ, ഞാൻ അറിയുന്ന ഒരാൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞെന്താ പറയുക, എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനത് മറ്റേ ഫുൾ ഇതായിട്ടല്ല, പക്ഷെ എനിക്കത് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. കാരണം അങ്ങനെ കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ സത്യത്തിൽ എന്താ പറയുക, എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ എല്ലിന് വന്ന് നെഗറ്റീവ് ഇടുന്നവർ, എല്ലിന് വന്നിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ മാത്രമല്ല, എടാ ആരെന്ത് ചെയ്താലും ഒന്നും വേണ്ട, ഒരാൾ മറ്റേ ഒരു എന്താ പറയുക, ഒരു പച്ചവെള്ളത്തിന് ഓടുന്നൊരു കാറ് കണ്ടുപിടിച്ച് എഴുതിക്കും, അതിൻ്റെ അടിയിൽ വന്ന് കണ്ട് തെറിക്കാൻ വേണ്ടിയിടും. എടാ വെള്ളം മൊത്തം ഭൂമിയിലെ വെള്ളം മൊത്തം കഴിയൂലേ, ഈ കാരണം ഈ നാട് നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ മുത്തുമണികളുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാല്ല, എന്താ പറയുക, ഇങ്ങനത്തെ കമൻ്റ് ഇടുന്നവർ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും, ജീവിതം അങ്ങനെ അങ്ങോട്ട് കമൻ്റ് ഇട്ട് തീരും. അതിൻ്റെ പകരം എന്തെങ്കിലുമൊക്കെ ചെയ്തും കണ്ടു. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിലോടുന്ന കാറ് കണ്ടുപിടിച്ചോണ്ട് നിങ്ങൾ മനസ്സിലാക്കണത് തരുമോ, ആ കാറോ കണ്ടുപിടിച്ചില്ലേ, മിനിമം ആ പണിയെടുക്കാനുള്ള മനസ്സ് കാണിച്ചില്ലേ,
അപ്പോഴും ഓൻ ആ പണിയെടുത്തപ്പോൾ നിങ്ങളൊക്കെ കാണിക്കണം എന്താ, ഇങ്ങനെ തോണ്ടിങ്ങാണ്ട് ഓരോരുത്തരെ കമൻറ്റ് ബോക്സിൽ പോയിങ്ങാണ്ട് ഇങ്ങനെ എമ്മും പൂവും കൂട്ടിയാനുള്ള തെറിയും വിളിച്ചാണ്ട് 5-6 തലമുറ മുന്നിക്കും 5-6 തലമുറ പിന്നിക്കും തെറി വിളിച്ചാണ്ട് കഴിയാന്നുള്ളൂ. എടാ ഇതിൻ്റെയൊക്കെ ഈ ഞാനൊന്നും കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാണ് ഞാൻ മീൻസ് ഇതിൻ്റെയൊക്കെ മക്കളെ വരെ തെറി വിളിക്കുന്നവരുണ്ട്. എനിക്കൊന്നും ജനിച്ചിട്ടും കൂടെ അല്ലാത്ത മക്കളെ വരെ തെറി വിളിക്കുന്ന കുറേ ഫുണ്ടകളുണ്ട്. എടാ ഇതിൻ്റെ മറ്റേ എന്താ ബാപ്പാനെയും മനക്ക് തെറി വിളിക്കുന്നുണ്ട്. എടാ മുത്തേ ഓരൊക്കെ എന്ത് കാട്ടിയിട്ടാടാ. എടാ ഞാൻ കാര്യം പറഞ്ഞുതരാം, ഈ സോഷ്യൽ മീഡിയ കടന്ന് കൊണക്കണ മാതിരി എനക്കൊന്നും നേരിട്ട് ഒരാളെ പോയി കണ്ടൊന്നും ഇതാക്കാൻ പറ്റില്ല. കാരണം എന്താ, ചെകിട്ടണ വീങ്ങും. കാരണം ഇനി അതല്ല മുത്തേ ഞാൻ അതും ചെയ്യുന്നു ഉറപ്പില്ലവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാമല്ലോ, എന്തായാലും ഒരു ചലഞ്ചായി കൂട്ടിക്കോ. ഈ നാട്ടിൽ കൂടി പല ആൾക്കാരും കൺമുന്നിൽ ആൾക്കാരെ പറ്റിച്ചടക്കുന്നുണ്ട്. ആരാന്ന് ഞാൻ എടുത്ത് പറയണമെന്നില്ല, കൺമുന്നിൽ ആൾക്കാരെ പറ്റിച്ചങ്ങാണ്ട് എന്താ ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അതും ഇതൊക്കെ ആക്കി നടക്കുന്നവർ ഓൾക്കെതിരെ കണക്ക് എന്ത് ഇത് ചെയ്യാൻ പറ്റണേ? ഈ ഒരു കുഞ്ഞ് വരലുണ്ടോ, ഇത് അളക്കാൻ പറ്റുമോ അവർക്കെതിരെ? പറ്റൂലല്ലോ. അതാണപ്പോൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കണ മാതിരിയല്ല. നമ്മൾ കാര്യത്തിക്ക് ഇറങ്ങിങ്ങാണ്ട് നമ്മൾ കുറേ പ്രതികരിക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഓക്കെയാണ് എഴുതുക. പക്ഷെ ഇത് വെറുതെ കടന്നതാക്കിയിട്ടൊരു കാര്യമല്ല. സത്യം പറയാം, വെറും നട്ടിലില്ല എന്നുള്ളതിന് ഞാനൊക്കെ എങ്ങനെ കേട്ടോ പറയാം, എനിക്കറിയില്ല. കാരണം ഇതൊക്കെ കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യാത്തതും മറ്റേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാത്തതൊക്കെ കാരണം ഇങ്ങനെ കുറേ ആൾക്കാർ കാരണമാണ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് കോയിൻസും കറൻസിയും എങ്ങനെ വിൽക്കുക. നിങ്ങൾ പറയുന്ന കോയിൻസും കറൻസിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതെങ്ങനെ വിൽക്കണ്ടേന്ന് ചോദിക്കണ നല്ല ആൾക്കാരോട് എനിക്ക്, നല്ല ആൾക്കാർ മീൻസ് മാന്യമായിട്ട് ചോദിക്കണ നല്ല ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനൊരു വെബ്സൈറ്റോ സ്പെസിഫിക് വെബ്സൈറ്റോ കാര്യങ്ങളോ പ്രൊമോട്ട് ചെയ്യാത്തതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് അതിൽ നിങ്ങളുടെ ഫണ്ട് ട്രാപ്പ് ആവുകയോ അല്ലെങ്കിൽ ഡിലേ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ പേരിലാണ് അത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. അതുകൊണ്ട് എനിക്കതിന് താല്പര്യമില്ല. ഞാനൊരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. ഈസി മെത്തേഡ് കോയിൻസും കറൻസിയൊക്കെ വിൽക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുള്ളിരുന്ന് കണ്ടോ. അതിൽ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്രൈസ് അതെടുക്കുക. അതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, ഫേസ്ബുക്കിൽ കുറേ കോയിൻസിന് ഗ്രൂപ്പ് ഉണ്ടാവും, അതിലും കയറാം. മാർക്കറ്റ് പ്ലേസ് കയറുമ്പോൾ ആദ്യം ഗ്രൂപ്പുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. മാർക്കറ്റ് പ്ലേസ് കയറിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 രൂപേൻ്റെ ഒരു കോയിനാണ്, ഒരു എററായിട്ടുള്ള കോയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, 2 സൈഡും ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് സ്കാൻ ചെയ്യുക. ഈ ഫോട്ടോ എടുത്തുകൊണ്ട് സ്കാൻ ചെയ്തിട്ട് ഇതിന് പറ്റിയ ഡിസ്ക്രിപ്ഷന് എന്താ 1 to sell and 1 to description for this coin എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഇത് വരും. അത് കോപ്പി ചെയ്ത് കണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണേ, എവിടെയാണോ സെല് ചെയ്യാൻ ഉദ്ദേശിക്കണേ അവിടെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുക. വിത്ത് എല്ലാ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റ് പ്ലേസിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പിലാണോ നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്യേണ്ടത്, അതായത് കോയിൻ റിലേറ്റഡ് ഗ്രൂപ്പ്സിൽ എന്ത് ചെയ്യുക, ഒക്കെ പോസ്റ്റ് ചെയ്യുക. ഇത് കണ്ടിട്ട് ഇതിനാവശ്യമുള്ള ആൾക്കാർ വരും. നാട്ടിലെ എല്ലാ ആൾക്കാരും ഇത് മേടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ബൈക്ക് വെക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും ഈ ബൈക്ക് ആവശ്യമാണ്. ഒരിത് വന്ന് മേടിക്കണം നിങ്ങൾക്ക് ഒരിക്കലും നിർബന്ധം പറയാൻ പറ്റില്ല. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത് കളക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ വരണം. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. കടം കയറിയവർ, വീട്ടിൽ ലോണുള്ളവർ, ഇങ്ങനെ കുറേ പേര് മെസ്സേജ് അയക്കലുണ്ട്. സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നവർ ഒരു എന്ത് ചെയ്യരുത്, ഈ കോയിന് വിറ്റുകൊണ്ടൊക്കെ ശരിയാക്കണം എന്ന് കരുതുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് പോകും, ചിലപ്പോൾ കുറച്ച് ടൈം എടുത്ത് പോകും, ചിലപ്പോൾ അത് അവിടെ അങ്ങനെ കിടക്കും. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കണം മൊത്തമൊന്നും നടക്കണതല്ലല്ലോ നമ്മളെ ആരും ലൈഫ്. നമ്മൾ ആഗ്രഹിക്കണം ഒക്കെ പാടൊന്നും നടക്കണമെന്നല്ല നമ്മളെ ലൈഫ്. അപ്പോൾ അതിലെല്ലാം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവുമെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കിയാണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്സോ കാര്യങ്ങളോ ആപ്സോ അല്ലെങ്കിൽ ഒരു ഡീലറൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തതിന് കാരണം നിങ്ങൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാനാണ് അതിൻ്റെ മുന്നിലുള്ള ഉത്തരവാദി. അവിടെ ഞാനാണ് ഏൽക്കേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഞാൻ കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോവുകയോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ബുദ്ധിമുട്ടോ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനത്തേനൊന്നും വല്ലാതെ
എന്താ പറയണേ ഇറങ്ങാത്ത, വല്ലാതെ നല്ല ഒട്ടും ഇറങ്ങാത്ത. ഞാൻ അതിനാണ് ഇറങ്ങാനും കരുതിയില്ല. ആരെയും പറ്റിക്കാനോ ഇതാക്കാനോ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈസി, എനിക്കത്രേ ഉള്ളൂ പറയാനേ. വീഡിയോസിന് യൂട്യൂബിൽ ഒന്ന് ഇട്ട് തുടങ്ങണമെന്നുണ്ട്. കണ്ടൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ പറയാൻ. താങ്ക് യു.